ഹായ് നമസ്കാരം. സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഇൻഫോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് VGuard ക്രിസ്റ്റൽ പ്ലസ് സുപ്രീം എന്ന ഒരു മോഡൽ സ്റ്റെബിലൈസറിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ട്രാക്കർമാരെ ട്രാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 5 മാസമായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഡൽഹിയിലുള്ള വേദാന്തയുടെ നല്ലൊരു സ്റ്റെബിലൈസറാണ് വാങ്ങിച്ചത്. പക്ഷേ അത് 1 മാസം കൊണ്ട് ഇത് പോയി. അങ്ങനെയാണ് VGuardൻ്റെ ഓൺലൈനിലായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ഓൺലൈനിൽ മാത്രമാണ് കൂടുതൽ ലഭ്യമായിട്ടുള്ളത്. ഷോപ്പിലൊന്നും ഈ ഒരു മോഡലില്ല. അപ്പോൾ ഇതിന് വിലയായത് 2960 രൂപയാണ് ഓൺലൈനിൽ വാങ്ങുമ്പോൾ ആയത്. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഓൺലൈനിലൂടെ വാങ്ങുമ്പോൾ ഈ ഒരു VGuardൻ്റെ മോഡലിന് വില അല്പം കൂടുതലാണ്, ഒപ്പം ഗുണവും കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം 1000 മുതൽ 2000 ഇടയിൽ ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻ കമ്പനികളുടെ സ്റ്റെബിലൈസർ ഇവിടെ കിട്ടാനുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇൻപുട്ട് ഔട്ട്പുട്ട് 2 സിഗ്നൽ LED ഉള്ളതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ മോഡലാണ് ഇതിൻ്റെ. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ധാരാളം ഡ്യൂപ്ലിക്കേറ്റുകൾ ഓൺലൈൻ വഴി വരാറുണ്ട്. അങ്ങനെ ഫ്ലിപ്കാർട്ട് കമ്പനിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു, അതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന് തന്നെ കൃത്യമായ റിപ്പോർട്ട് ലഭിച്ചു, ഇത് ഒറിജിനൽ തന്നെയാണ്, ഓൺലൈനിൽ മാത്രമായിട്ടാണ് ഇത് ഇറക്കുന്നത് എന്നാണ്. പക്ഷേ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോഴുള്ള പ്രത്യേകതകളാണ് തീർച്ചയായിട്ടും റിവ്യൂവിൽ പറയേണ്ടത്, അല്ലാതെ നമ്മൾ വെറുതെ എടുത്ത് അൺബോക്സ് ചെയ്യുന്നതല്ല പറയേണ്ടത്. തീർച്ചയായിട്ടും മറ്റ് സ്റ്റെബിലൈസറുകൾ കണ്ടിന്യൂസ് 3, 4 അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഇതിന് പ്രത്യേകമായിട്ട് എനിക്ക് കണ്ടത് ഹീറ്റിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. കട്ട് ഓഫ് വോൾട്ടേജിൽ ഹീറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. ഇത് 49 ഇഞ്ച് വരെ TV ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് റേഞ്ച് 90 മുതൽ 290 വോൾട്ട് വരെയാണ്. പിന്നെ ഇതിൽ ഒരു ABS ആണ്, ഡ്യൂറബിൾ ക്യാബിനറ്റ് വിത്ത് വെർജിൻ ABS ആണ് പറയുന്നത്. സുപ്പീരിയർ ഡ്യൂറബിലിറ്റി ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സ്പെഷ്യൽ ഡിസൈനിങ് പാക്കാണ്. അപ്പം e-commerce സൈറ്റ് വഴിയാണ്. 3 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. പവർ കൺസംഷൻ 100 വാട്ടാണ്. ഓപ്പറേറ്റിംഗ് റേഞ്ച് 90 മുതൽ 290 വോൾട്ട് വരെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഇതിന് നല്ല റിവ്യൂസാണ് ഓൺലൈൻ സൈറ്റുകളൊക്കെ കാണാൻ പറ്റുന്നത്. നല്ല റിവ്യൂസാണ് തീർച്ചയായിട്ടും ഇതിന് പറ്റുന്നത്. തീർച്ചയായിട്ടും അവർ തന്നെ പറയുന്നുണ്ട് വൈഡ് വർക്കിംഗ് റേഞ്ച് എന്നുള്ളത് പറയുന്നുണ്ട്. 290 വോൾട്ട് വരെ ഇതിന് വലിയ പ്രശ്നമൊന്നും ആവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 170 വോൾട്ടിനും 270 വോൾട്ടിനും ഇടയിൽ ഇത് ഉപയോഗിച്ചപ്പോൾ അവർ വലിയ പ്രശ്നങ്ങളൊന്നും അവർക്ക് കണ്ടില്ല. അപ്പോൾ ആ ഒരു രീതി തന്നെ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന്. പിന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഡിസൈൻ എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ TCBയിൽ തന്നെ ഡിസ്പ്ലേ പാനലിൽ തീർച്ചയായിട്ടും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് അതുവഴി പറയുന്നത്. അപ്പോൾ അതിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഡിസൈൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ബിൽറ്റ് ഇൻ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് എക്സസീവ് ധാരാളം കറണ്ട് അധികം ഉപയോഗം വന്നാൽ കമ്പോണൻറ്റ് സ്വാഭാവികം ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ PCBയും അതുപോലെ വയറിങ് ഓവർ ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് തെർമൽ സെൻസർ ഉണ്ട്, ഫംഗ്ഷൻ ടു VGuard ക്രിസ്റ്റൽ സുപ്രീം പ്ലസ്സിൽ. അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ സെൻസ് ദ എക്സസ് കറണ്ട് കൺസംഷൻ, അധികം കറണ്ടിൻ്റെ ഉപയോഗം, അതിൻ്റെ ഡിസ്കണക്ട് ടു ദ പവർ ലോഡ് ഡിസ്കണക്ട് ചെയ്യപ്പെടും. അപ്പോൾ പ്രിവെൻറ്റിങ് ഇതിൻ്റെ ബേണിംഗ് ഔട്ട്, അതായത് കത്തിപ്പോകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിനുള്ളത് തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ബിൽറ്റ് ഇൻ തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്നൊരു സാങ്കേതിക വിദ്യ ഇതിലുപയോഗിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കാരണം 5 മണിക്കൂർ വരെ ഉപയോഗിക്കുമ്പോഴും എൻ്റെ അനുഭവത്തിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഹീറ്റ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. എയർ കൂളിംഗ് സംവിധാനം വളരെ പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഓരോരാൾ വാങ്ങുന്നത് അവരവരെ ഇഷ്ടം. ഞാനൊന്നിൻ്റെയും മോഡലോ അല്ലെങ്കിൽ പ്രൊമോട്ടറോ അല്ലെങ്കിൽ ഇന്നത് വാങ്ങണമെന്നോ പറയുന്നില്ല. കാരണം എൻ്റെ ആവശ്യത്തിന് ഞാൻ വാങ്ങി, നല്ലത് തോന്നിയത് ഞാൻ തീർച്ചയായിട്ടും ഇവിടെ റിവ്യൂ പറയുന്നുണ്ട്. മോശമായത് നമ്മൾ തീർച്ചയായിട്ടും റിവ്യൂ പറയാറില്ല. അപ്പോൾ പ്രത്യേകിച്ചും ഇതിലുള്ളത് പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിൽ ലോ ആൻഡ് ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് ഇതിൽ പ്രത്യേകം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ സ്പൈക്ക് പ്രൊട്ടക്ഷൻ, ഇനീഷ്യൽ ടൈം ഡിലേ, ഇവയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 മോഡലുണ്ട്, ക്രിസ്റ്റൽ പ്ലസ് ഉണ്ട്. ആ 2 മോഡലിൻ്റെ വിലയും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ബാക്കിയൊക്കെ ഏകദേശം 4 സ്റ്റാർ റേഞ്ചിലുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. 2 ഔട്ട്പുട്ട് പ്ലഗ് ഇതിനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഇത് ചിത്രത്തിൽ കാണിച്ചതുപോലെ ആയിരുന്നില്ല. അങ്ങനെയാണ് ഞാനത് പറഞ്ഞത്.
അപ്പോൾ അവരുടെ കമ്പനി എക്സിക്യൂട്ടീവ് തന്നെ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞു, അത് ചിലപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് വെക്കുമ്പോൾ സമയത്ത് വന്നത് എനിക്ക് കിട്ടിയ മോഡൽ. അങ്ങനെയാണ് ഞാനിത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ സംശയിച്ചത്. പക്ഷേ ഇത് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് മെയിൽ അയച്ച് കൊടുക്കുമ്പോൾ പിന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 55-ൻ്റെ ടി വിക്ക് വരെ ഇത് ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. 55-65 വരെ ഉപയോഗിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. നല്ല വൈഡ് റേഞ്ചുള്ള ഒരു സ്റ്റെബിലൈസർ തന്നെയാണ്. ബിൽറ്റ് ഇൻ തെർമൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിനെപ്പറ്റിയാണ് ഇതിലൊക്കെ പറയുന്നത്. നമുക്ക് വേണ്ടതും തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബോർഡിനുണ്ടാവുന്ന ഡിഫക്ട്സും മറ്റൊക്കെ, എയർ കൂളിംഗ് സംവിധാനം വളരെ നല്ല രീതിയിലാണ്. പിന്നെ വൈഡ് റേഞ്ച് ഔട്ട്പുട്ടിൻ്റെ പറഞ്ഞു. പിന്നെ ഒരുപാട് നമുക്ക് ഓൺലൈൻ സൈറ്റുകളൊക്കെ നോക്കിയാൽ ഇതിൻ്റെ റിവ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും കാണാൻ പറ്റും. ഇത് കാൻഡീസിൻ്റെയാണ് ഞാൻ മുമ്പ് ഉപയോഗിച്ചത്. വളരെ പെട്ടെന്ന് അത് അടിച്ചുപോയി. വലിയ വോൾട്ടേജ് ഒന്നും നമ്മളതിൽ വരുന്നതല്ല ലൈനിൽ, എങ്കിലും അത് അടിച്ചുപോയി. നമ്മൾ തീർച്ചയായിട്ടും പുതിയ ടെക്നോളജി ടി വികൾ ഉപയോഗിക്കുമ്പോൾ, ഹോം തിയേറ്ററിന് ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ വോൾട്ടേജ് സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇൻബിൽട്ട് ആയി വോൾട്ടേജ് സ്റ്റെബിലൈസർ വരുന്നുണ്ട് എങ്കിലും അത് ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം അത് അടിച്ചു പോയാൽ നമ്മൾ ആ ടി വിയും പേറി ഷോപ്പിലേക്ക് നടക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് വാങ്ങണമെന്ന് പറയുന്നത്, സ്റ്റെബിലൈസർ വെക്കണം എന്ന് പറയുന്നത്. ഇതന്നെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് നല്ലതായി തോന്നിയ ഒരു മോഡലായത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത്. 3 വർഷത്തെ കംപ്ലീറ്റ് വാറണ്ടി ഉണ്ട്, കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹോം സർവീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. വില അല്പം കൂടുതലുണ്ട് എങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക മെച്ചമുള്ളത്. വിലയിലൊന്നും വലിയ മാറ്റമില്ല. കഴിഞ്ഞ 5-6 മാസമായിട്ട് 2960 തന്നെയാണ് ഓൺലൈനിലുള്ളത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ പറയുക. ഏതായാലും നന്ദി, നമസ്കാരം.